അടിക്ക് തിരിച്ചടി എന്ന മട്ടിലാണ് ഇസ്രായേലിന്റെ പ്രതികരണവും രീതികളും. കഴിഞ്ഞ ദിവസമാണ് മാലിദ്വീപിൽ ഇസ്രായേലിനെതിരെ ഒരു കളി ഇറക്കിയത്. ഇസ്രായേൽ പൗരന്മാരെ മാലി വിലക്കി. അതിനാണ് ഇപ്പോൾ മറുപടി നൽകി ഇസ്രായേൽ രംഗത്തെത്തിയത്. മാലിദ്വീപ് പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ച് ഇസ്രായേൽ രംഗത്തെത്തി. ദ്വീപ് രാഷ്ട്രത്തിലെ ഇസ്രായേൽ പൗരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് നടപടി. വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ പൗരന്മാർ മാലദ്വീപിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഇസ്രായേൽ ഭരണകൂടം നിർദ്ദേശിച്ചു. ഇരട്ട പൗരത്വമുള്ളവരും ദ്വീപ് രാജ്യത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇസ്രായേൽ അറിയിച്ചു. പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മാലദ്വീപിന്റെ നീക്കം. ആഭ്യന്തര സുരക്ഷാ മന്ത്രി അലി ഇഖ്ലാസനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പലസ്തീൻ ജനതയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനും ആവശ്യങ്ങൾ ചെയ്ത് നൽകുന്നതിനും പ്രത്യേക അംബാസഡറെ നിയമിക്കുമെന്നും മാലദ്വീപ് ഭരണകൂടം അറിയിച്ചു. വിലക്കേർപ്പെടുത്തിയതോടെ ദ്വീപ് രാഷ്ട്രത്തിന് പ്രതിവർഷം നഷ്ടമാകുന്നത് 15,000-ലധികം വിനോദസഞ്ചാരികളെയാണ്. ടൂറിസം മേഖലയാണ് മാലദ്വീപിന്റെ നട്ടെല്ല്. ഇന്ത്യക്ക് പിന്നാലെ ഇസ്രായേലിനെയും ഒഴിവാക്കുന്നത് തീർച്ചയായും മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തീർച്ചയാണ്. അതേസമയം US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാക്കിയാൽ പിന്തുണ പിൻവലിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ രംഗത്തെത്തി. എതിർപ്പ് മറികടന്ന് ഇസ്രായേൽ കരാർ നിർദ്ദേശം നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക. ഹമാസിന്റെ തീരുമാനം അറിഞ്ഞതിനു ശേഷം മാത്രം ചർച്ച തുടരാമെന്നാണ് ഇസ്രായേൽ മധ്യസ്ഥ രാഷ്ട്രങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ധനമന്ത്രി ബസാലൻ സ്മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമർ ബെൻഗുമാണ് സർക്കാരിനെ വീഴ്ത്തുമെന്ന് താക്കീത് നൽകിയത്. എന്നാൽ വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡിന്റെ പിന്തുണ നെതന്യാഹുവിനുണ്ട്. ലാപ്പിഡിന്റെ യേഷ് അദിക് കക്ഷിക്ക് 24 സീറ്റുണ്ട്. എന്തു വില കൊടുത്തും കരാർ നിർദ്ദേശം നടപ്പാക്കുമെന്ന് തന്നെയാണ് ബൈഡൻ ഈജിപ്തിനും ഖത്തറിനും ഉറപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ ബെൻഗുറിന്റെ ഒസ്മ യഹൂദിക്ക് കക്ഷിക്ക് 6, സ്മോട്രിച്ചിന്റെ റിലീജിയസ് സയനിസം പാർട്ടിക്ക് 7 സീറ്റുണ്ട്. ഇവ രണ്ടും പിന്തുണച്ചാണ് നെതന്യാഹു സർക്കാർ നിലനിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവ് യായർ പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ തീവ്ര വലതുപക്ഷം പിന്തുണ പിൻവലിച്ചാലും സർക്കാർ സാധ്യതയില്ല. വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ, ഈജിപ്ത്, US ഉദ്യോഗസ്ഥർ കൈറോയിൽ സമ്മേളിച്ച നിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകി ഹമാസിനെയും ഇസ്രായേലിനെയും ഇത് അംഗീകരിപ്പിക്കാനാണ് നീക്കം. യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ച് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതായി മാധ്യമങ്ങൾ അറിയിച്ചു. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാവ സർക്കാരിനെ ഗാസയിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് ഇസ്രായേൽ മുന്നിൽ കാണുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ബന്ദിമോചനം ആവശ്യപ്പെട്ട ടെൽ അവീവിൽ പ്രതിഷേധം ശക്തമാവുന്നതും നെതന്യാഹുവിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. 3 ഘട്ടങ്ങളിലായുള്ള വെടിനിർത്തൽ നിർദ്ദേശമാണ് ബൈഡൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 6 ആഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും. അനുബന്ധമായി ഘട്ടം ഘട്ടമായി ബന്ദികളുടെയും 100 കണക്കിന് പലസ്തീൻ തടവുകാരുടെയും മോചനം നടക്കും. ബന്ദികളിൽ ആദ്യം സിവിലിയന്മാരെയും പിന്നീട് സൈനികരെയുമാകും വിട്ടയക്കുക. പ്രതിദിനം 600 എണ്ണമെന്ന തോതിൽ സഹായ ട്രക്കുകളും കടത്തിവിടും. ഗാസയിൽ യുദ്ധവിരാമവും പുനർനിർമ്മാണവും അവസാനമായി നടപ്പാക്കും. എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ ആദ്യ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.